നമസ്കാരം. പ്രധാന വാർത്തകൾ. കോട്ടപ്പാടം കച്ചേരിപ്പറമ്പിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ചക്ക ലക്ഷ്യമാക്കിയാണ് ആന എത്തിയതെന്ന് നാട്ടുകാർ. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വനം വകുപ്പ് തയ്യാറാവണമെന്നും നാട്ടുകാർ. സ്ത്രീകളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ മണ്ണാർക്കാട് സ്വദേശിക്കെതിരെ നടപടിക്കൊരുങ്ങി പരാതിക്കാർ. 50ഓളം പേരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. പണം തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം പാലിക്കാതായതോടെയാണ് പരാതിക്കാർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. 3.5 വയസ്സുകാരിയുടെ കണ്ണിൽ നിന്ന് വിരയെ നീക്കം ചെയ്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം. നീക്കം ചെയ്തത് കാഴ്ചയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള 3 സെന്റിമീറ്റർ നീളമുള്ള വിരയെ. വാണിയംകുളം ചന്തയിലെ ബലിപെരുന്നാൾ കന്നുകാലി കച്ചവടത്തിൽ വൻ ഇടിവ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കാലികളുടെ വരവ് കുറഞ്ഞതാണ് കാരണമെന്ന് വ്യാപാരികൾ. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് പിടിയിലായത് കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി മുഹമ്മദ് അലി. 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് പിടികൂടി. വാർത്തകൾ വിശദമായി. കോട്ടപ്പാടം കച്ചേരിപ്പറമ്പിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 5:30 ആന വീടുകൾക്ക് സമീപം ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ. ചക്ക ലക്ഷ്യമാക്കിയാണ് ആന എത്തിയതെന്നും ഇവർ പറയുന്നു. കൃഷി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ പോയി. മനുഷ്യജീവനെങ്കിലും പോവാതെ കാക്കാൻ വനം വകുപ്പ് തയ്യാറാവണമെന്ന് പ്രദേശവാസികൾ. ചിന്നാലംകുളം ഭാഗത്തു നിന്നും പിലാച്ചുള്ളി പാടശേഖരം കടന്നാണ് ഒറ്റയാൻ വീടുകൾക്ക് സമീപം എത്തിയത്. ഇവിടെ ഉണ്ടായിരുന്ന മിക്ക പ്ലാവുകളിലെയും ചക്ക ആന ഭക്ഷിച്ചു. തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ ചക്കയുള്ള പ്ലാവുകൾ ചവിട്ടിമറിച്ചു. പുലർച്ചെ 5:30 ശബ്ദം കേട്ട് പുറത്തിറങ്ങിയവരാണ് ആനയുടെ ഈ പരാക്രമം കണ്ടത്. പിന്നീട് നാട്ടുകാർ ഒന്നിച്ച് ബഹളം വെച്ചതോടെയാണ് ആന പിൻവാങ്ങിയത്. ആന പോയ ഭാഗത്തുള്ള കവുങ്ങുകളും നശിപ്പിച്ചു. പ്രദേശത്തെ ജനങ്ങളുടെ കൃഷി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ആനകൾ നശിപ്പിച്ചു. ആളുകളുടെ ജീവനെങ്കിലും പോവാതെ നോക്കാൻ വനവകുപ്പ് കാര്യമായി ഇടപെടണമെന്ന് പ്രദേശവാസിയായ TK ഇപ്പു പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ജീവനും സ്വത്തിനെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥയാണ്. ഇല്ലതൊക്കെ നശിച്ചു പോയി. ഇനി ജീവന് വേണ്ടിയിട്ടെങ്കിലും ജീവനെങ്കിലും നിങ്ങൾ സ്ഥിരമായി കാക്കാൻ ഈ ഗവൺമെൻറ്റും അതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരെ ജീവനെങ്കിലും സംരക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിലാച്ചുള്ളി പാടശേഖരത്തോട് ചേർന്നുള്ള സോളാർ കമ്പിവേലിയും ആന മരം തള്ളിയിട്ട് നശിപ്പിച്ചു. കാഴ്ചയെ പോലും ബാധിക്കാവുന്ന അപൂർവമായ വിരയെ കണ്ണിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം. ഡോക്ടർമാരായ TV സിത്താര, M അണിമ എന്നിവരുടെ നേതൃത്വത്തിലാണ് 3 സെന്റിമീറ്ററോളം നീളം വരുന്ന വിരയെ പുറത്തെടുത്തത്. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിനിയായ 3.5 വയസ്സുകാരിയുടെ കണ്ണിൽ നിന്നാണ് ഡയറോഫിലേറിയ എന്ന മൈക്രോഫിലേറിയ വിഭാഗത്തിൽപ്പെട്ട വിരയെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്. കാഴ്ചയെ പോലും ബാധിക്കാവുന്ന 3 സെന്റിമീറ്ററോളം നീളം വരുന്ന വിരയെ ജീവനോടെയാണ് നീക്കം ചെയ്തത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ ചികിത്സാ വിഭാഗത്തിലെ ഡോക്ടർമാരായ TV സിത്താര, M അണിമ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയത്. 2 ആഴ്ച മുമ്പാണ് കുട്ടിക്ക് കണ്ണിൽ വേദനയും ചുവപ്പ് നിറവും തുടങ്ങിയത്. ചൊവ്വാഴ്ച താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു. മൈക്രോസ്കോപ്പിലൂടെ കണ്ണിൽ വിരയെ കണ്ടെത്തുകയും ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ബുധനാഴ്ച ശസ്ത്രക്രിയയിലൂടെ ജീവനോടെ വിരയെ പുറത്തെടുത്തു. അഭിനന്ദനാർഹമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു. 3.5 വയസ്സുള്ള OPയിൽ 2 ആഴ്ചയായിട്ട് കണ്ണിൽ ചുവപ്പ് നിറമായിട്ട് വന്നൊരു കുട്ടിയെ നമ്മുടെ ഒഫ്താൽമോളജിസ്റ്റുകളായ ഡോക്ടർ അനിമ, ഡോക്ടർ സിത്താര എന്നിവർ അതിൽ ഡയറോഫിലേറിയ എന്ന വേദന കണ്ടെത്തുകയും ഓപ്പറേഷൻ തിയേറ്ററിൽ കുട്ടിയെ മയക്കിക്കിടക്കി നമ്മൾ ആ വേദന ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായും കണ്ണിന് കാഴ്ചയ്ക്ക് വരെ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ പോകാവുന്ന ഒരു കാര്യം മുൻകൂട്ടി കണ്ട് ആ ഒരു അവസ്ഥയെ തടയുന്നതിൽ നമ്മുടെ ഡോക്ടർമാരും അതുപോലെ ബാക്കി ജീവനക്കാരും എല്ലാം ഉൾപ്പെട്ട ടീമിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ആശുപത്രിയിൽ ഇതേപോലെ തന്നെ OP സേവനങ്ങളും മറ്റ് സേവനങ്ങളും കൂട്ടിക്കൊണ്ടുപോകാനുള്ള കാര്യങ്ങളായിട്ട് ബഹുമാനപ്പെട്ട നഗരസഭ സമിതിയുടെയും അതുപോലെ തന്നെ MLAയുടെയും നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മികച്ച പ്രവർത്തനമാണ് ഡോക്ടർമാരിൽ നിന്നും ഉണ്ടായതെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവി, വൈസ് ചെയർമാൻ K രാജേഷ് എന്നിവർ പറഞ്ഞു. കണ്ണിൽ നിന്ന് വിരയെ മാറ്റുക ഏറെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. കണ്ണെന്ന് പറഞ്ഞാൽ അവയവം വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതായത് നമ്മൾ ഡോക്ടേഴ്സ് ഇടപെട്ടുകൊണ്ട് അതിനെ നീക്കം ചെയ്തു നല്ല ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്.
നേരെ മറിച്ച് ഇവിടുന്ന് ഇവിടെ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടാമായിരുന്നു. എങ്കിലും അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ആ ചികിത്സ അവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ട ചർച്ചകളായിട്ട് സൂപ്രണ്ടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശസ്ത്രക്രിയ ഇന്ന് നടന്നിരിക്കുകയാണ്. 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു കാഴ്ചശക്തിയെ വരെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു വിരയെയാണ് ഇന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിട്ടുള്ളത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനുണ്ടായിരുന്ന ധാരണ മാറ്റും വിധത്തിൽ കഴിഞ്ഞ OP കാഷ്വാലിറ്റി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ നമ്മളോട് പറഞ്ഞു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു പുതിയ സൂപ്രണ്ടിനെ നിയമിക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ്. സൂപ്രണ്ടിനെ നമുക്ക് ലഭിച്ചു. സൂപ്രണ്ട് വന്നതിന് ശേഷം ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളും വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലക്കാണ് ഇന്ന് ഡോക്ടർമാർക്കുൾപ്പെടെ അഭിമാനിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ വലിയ കന്നുകാലി ചന്തകളിൽ ഒന്നായ വാണിയംകുളം ചന്തയിലെ ബലിപെരുന്നാൾ കച്ചവടത്തിൽ ഇടിവ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കന്നുകാലികളുടെ വരവ് കുറഞ്ഞതാണ് കാരണമെന്ന് കച്ചവടക്കാർ പറഞ്ഞു. മുൻവർഷത്തേക്കാൾ വലിയ കുറവാണ് ബലിപെരുന്നാൾ കച്ചവടത്തിൽ വന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കന്നുകാലികൾ കൂടുതലായി ചന്തയിൽ എത്തിയിരുന്നത്. എന്നാൽ മോഷണവും ഗുണ്ടാപ്പിരിവും വാഹനങ്ങൾ തടയുന്നതും പതിവായതോടെ കന്നുകാലികളുടെ വരവ് കുറഞ്ഞതായി ഓൾ കേരള കാറ്റിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി യൂസഫ് പറഞ്ഞു. ഇതുപോലെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മാടുകൾ വരവ് വളരെ കുറവാണ്. അത് ബക്രീദുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ കർണാടക, ആന്ധ്ര, മറ്റുള്ള ഭാഗങ്ങളിൽ, അതേമാതിരി ഒറീസ, ഈ ഭാഗങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾ 1-ാം തീയതി മുതൽ ചെറുക്കാലിന് വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി പിന്നെ ലോഡ് കയറ്റണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൃഷ്ടിക്കുന്നത്. അത് വളരെ ഈ മേഖലയെ വളരെ സ്തംഭനാവസ്ഥയിൽ എത്തിച്ചു. ഇപ്പോൾ പെരുന്നാളിൻ്റെ ചന്ത ലാസ്റ്റ് ചന്തയാണ്. വളരെ പ്രയാസപ്പെട്ട മാടുകൾക്കൊക്കെ വിലയും കൂടിയിട്ട് മാർക്കറ്റിന് വില കൂടി ഇഷ്ടാനുസരണം ജനങ്ങൾക്ക് മുതൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് ഞങ്ങളറിയില്ല. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രതിസന്ധി അവിടുന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സാധനം വരുന്നുണ്ടാകും. അത് ഗുണ്ട മാഫിയ പറഞ്ഞിട്ടും പശാലയുടെ പേരും പറഞ്ഞിട്ടും ആളുകൾ പിന്നെ ഇപ്പം പറയുന്നത് ബക്രീദിൻ്റെ പേര് പറഞ്ഞു, ബക്രീദിന് അറക്കാൻ പാടില്ല എന്നുള്ള ശിക്ഷ പറഞ്ഞിട്ട് പിന്നെ കുറേ ആളുകൾ, അത് ഗവൺമെൻറ് പറയുന്ന കേസൊന്നുമല്ല, വിശ്വാസികളാണ്. അല്ലല്ല, അതൊക്കെ ഏതോ ഒരു തരം ലോബികളായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പോയതിന് എവിടെ അഡ്രസ് ഉണ്ടാവും. കന്നുകാലികളുടെ വരവ് കുറഞ്ഞതോടെ വിലയും കുത്തനെ ഉയർന്നു. ഇത് കച്ചവടക്കാരെയും വൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച കച്ചവടം ലഭിച്ചില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. കച്ചവടം കുറച്ചൊരു കുറവാണ്. കഴിഞ്ഞ ഒരു ദിവസം അത്ര ഇല്ല. പ്രാവശ്യം മഴയും കുട്ടികളുടെ സ്കൂൾ വർക്കുകളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ കുറവുണ്ട്. കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നവർക്കും അവർക്കും ഭയങ്കര ഒരു തടസ്സമായി മാറി. എന്താ കാരണം, ഈ മഴയായിട്ട് കച്ചവടക്കാർക്ക് ആകെ പേടിയായി. ഒരുവിധം കുഴപ്പമില്ലാതെ പോകണം. എല്ലാവരും കാലിയെല്ലാം ഒഴിവാക്കേണ്ട വഴിയില്ലല്ലോ. നാളത്തെ കഴിഞ്ഞാൽ വില മാറും. ഇന്ന് തന്നെ എല്ലാം ഒക്കെ ഒഴിവാക്കും. സ്ത്രീകളുടെ പേരിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും വായ്പയെടുത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ മണ്ണാർക്കാട് തെങ്കര സ്വദേശിനിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി പരാതിക്കാർ. 50ഓളം പേരാണ് പരാതി നൽകിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്തിയ സ്ത്രീയുടെ ബന്ധുക്കൾ പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്ന് പിന്മാറിയതോടെയാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ പരാതിക്കാർ തീരുമാനിച്ചത്. തെങ്കര മുണ്ടക്കണ്ണി സ്വദേശിനി വിജയലക്ഷ്മിക്കെതിരെയാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ മാസം മണ്ണാർക്കാട് പോലീസിന് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജയലക്ഷ്മിയുടെ ബന്ധുക്കളെ പോലീസ് വിളിപ്പിച്ചിരുന്നു. മാസം 30,000 രൂപ വീതം നൽകി ബാധ്യത തീർക്കാമെന്നാണ് അടുത്ത ബന്ധുക്കൾ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ നിലപാടിൽ നിന്ന് അവർ പിന്മാറി. സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് ബാങ്കുകളിൽ നിന്നും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീ ഭാരവാഹി കൂടിയായിരുന്ന വിജയലക്ഷ്മി വായ്പ എടുത്തു നൽകിയിരുന്നു. ഇത്തരത്തിലെടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് വിജയലക്ഷ്മി വഴിയാണ് പലരും നൽകിയിരുന്നത്. എന്നാൽ ഇവർ നൽകിയ തുക അടയ്ക്കാതെ തട്ടിപ്പ് നടത്തി. സ്ത്രീകളുടെ ആധാർ കാർഡും ഫോട്ടോയും വാങ്ങി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അവരുടെ പേരിൽ വായ്പ അനുവദിപ്പിച്ച് ആ വായ്പ താൻ തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചും ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയുണ്ട്. കുടുംബശ്രീകളിൽ നിന്നും ഇത്തരത്തിൽ പലരെ കൊണ്ടും 50,000 രൂപ വീതം വായ്പ എടുപ്പിച്ച് ഈ തുകയും കൈക്കലാക്കി.
ഒരാളുടെ പേരിൽ തന്നെ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തും പണം തട്ടിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം സൗജന്യമായി നൽകുന്ന വീട് അനുവദിക്കാമെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപയാണ് ഒരാളെ കൊണ്ട് വായ്പ എടുപ്പിച്ച് കൈക്കലാക്കിയത്. ബന്ധുവിന്റെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നായി 6 ലക്ഷം രൂപ വായ്പയെടുത്ത് പണം തട്ടിയെന്ന പരാതിയും പോലീസിന് ലഭിച്ചു. സ്ത്രീകളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത വായ്പ കുടിശ്ശികയായതോടെയാണ് തട്ടിപ്പിനിരയായവരുടെ ഭർത്താക്കന്മാർ പോലും വിവരം അറിയുന്നത്. മുണ്ടക്കണിയിൽ വിജയലക്ഷ്മിക്കുണ്ടായിരുന്ന വീടും സ്ഥലവും വിൽപ്പന നടത്തി ഇവർ വിദേശത്തേക്ക് കടന്നുവെന്നാണ് പരാതികളിൽ പറയുന്നത്. തൊഴിലുറപ്പിന് പോയും മറ്റു ഉപജീവനം നടത്തുന്നവരാണ് തട്ടിപ്പിൽ ഇരയായവരിൽ ഭൂരിഭാഗവും. പല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും വായ്പയായി അനുവദിച്ച പണം വിജയലക്ഷ്മിക്ക് നേരിട്ടാണ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെ ബാങ്കിൽ വായ്പയുണ്ടെന്ന് പോലും അറിയാത്തവരാണ് മിക്കവരും. തട്ടിപ്പിന് ഇരയായവർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് CPI മണ്ഡലം കമ്മിറ്റി അംഗം ഭാസ്കരൻ മുണ്ടക്കണ്ണി ആവശ്യപ്പെട്ടു. ആ കേസ് ഇന്ന് അന്വേഷിച്ചു വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ CI അവരുടെ മകനെയും അവരുടെ ഗൾഫിലുള്ള മരുമകനെയൊക്കെ വിളിച്ച് സംസാരിച്ച് ഒരു സെറ്റിൽമെൻറ്റിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവസാനം വെച്ചിട്ട് മരുമോനും അതുപോലെ തന്നെ മകനൊക്കെ അതിലൊരു ഉരുണ്ടുകളിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ CIനോട് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് FIR ഇട്ട് കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിയമപാലകരുമായി ബന്ധപ്പെട്ട് അത് കേസ് എടുക്കാനുള്ള ഇതിലേക്ക് പോവുകയാണ്. അതാണിപ്പോൾ സ്ത്രീകളൊക്കെ അവരും പറയുന്നത്. ഒരു കേസിലും അവിടെ കിടക്കട്ടെ, ഇത്രയും ഞങ്ങളെ പറ്റിച്ച സ്ഥിതിക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പി പറ്റിച്ചതിന് ഒരു കേസിൽ അവിടെ സ്ത്രീയുടെ പേരിൽ വിജയലക്ഷ്മിയുടെ പേരിൽ വേണം എന്നാണ് സ്ത്രീകളും ആവശ്യപ്പെടുന്നത്. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ മടയിൽ വീട്ടിൽ 37-കാരനായ മുഹമ്മദ് അലിയാണ് പോലീസിന്റെ പിടിയിലായത്. 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് പിടികൂടി. വരോട് വീട്ടമ്പാറ ഭാഗത്തു നിന്നാണ് യുവാവിനെ പിടികൂടിയത്. ആഡംബര ജീപ്പിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ പോലീസിന്റെ ഡാൻസ് ഓഫ് സ്ക്വാഡ് പിടികൂടി പരിശോധന നടത്തിയപ്പോഴാണ് മെത്താഫിറ്റമിനും കഞ്ചാവും കണ്ടെത്തിയത്. അരയിൽ ഒളിപ്പിച്ച നിലയിൽ 8.96 ഗ്രാം മെത്താഫിറ്റമിനും ജീപ്പിന്റെ മുൻഭാഗത്തെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ 340 ഗ്രാം കഞ്ചാവുമാണ് കണ്ടെത്തിയത്. ലഹരി പദാർത്ഥങ്ങൾ ഒരു സുഹൃത്തിൽ നിന്നുമാണ് ലഭിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. പെരിന്തൽമണ്ണയിലും പീച്ചിയിലും ഉൾപ്പെടെ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് മുഹമ്മദ് അലി എന്ന് പോലീസ് പറഞ്ഞു. SI M സുനിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിയിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണത്തിന് നടപടികളാവുന്നു. 25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങാനാണ് തീരുമാനം. പട്ടാമ്പിയിൽ വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ഇതിനായി തുക വകയിരുത്തുകയും ചെയ്തിരുന്നു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ആധുനിക മത്സ്യ മാർക്കറ്റിന് സമീപം നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്താണ് റവന്യൂ ടവർ നിർമ്മിക്കുക. സംസ്ഥാന ഹൗസിംഗ് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. നിലവിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും റവന്യൂ ടവറിലേക്ക് മാറ്റാനായാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം താലൂക്ക് ആശുപത്രിയുടെ ഭാഗമാക്കാനുമാണ് ലക്ഷ്യം. 25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ഉടൻ തന്നെ പ്രവർത്തികൾ തുടങ്ങാനാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. പുതിയ റവന്യൂ ആസ്ഥാനം, മിനി സിവിൽ സ്റ്റേഷൻ മാറ്റി പുതിയ റവന്യൂ ആസ്ഥാനം എന്നുള്ള ദീർഘകാലത്തെ ആവശ്യമാണ്. അതിന് ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിക്കുകയും റവന്യൂ ടവർ ഫണ്ട് പാസ്സാവുകയും ചെയ്തിരുന്നു. അതിന് നടപടികളുമായി മുന്നോട്ട് പോയി ടെൻഡറിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ചില തടസ്സങ്ങൾ സൈറ്റിലുണ്ടായിരുന്നു. ഒരു പോസ്റ്റ്, അതുപോലെ തന്നെ ഒരു പഴയ ബിൽഡിംഗ്. ഈ തടസ്സങ്ങൾ നീക്കിയാലാണ് അത് ടെൻഡറിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് കിഫ്ബി അറിയിച്ചിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നീക്കിയതിനു ശേഷം ഹൗസിംഗ് ബോർഡിനാണ് ഇതിന്റെ ചുമതലയുള്ളത്. ഹൗസിംഗ് ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഒരു ടീമും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിലെ ടീമും സംയുക്തമായിട്ട് ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് കിഫ്ബിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. എന്നാലാണ് നമുക്ക് ടെൻഡറിലേക്ക് പോകാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വന്ന് സംയുക്തമായി ഇപ്പോൾ അതിന്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. നമുക്ക് എത്രയും വേഗം ടെൻഡറിലേക്ക് പോകാനുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റവന്യൂ ടവർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിലവിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ നമുക്ക് ആശുപത്രിയാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളാവും. മാത്രമല്ല പട്ടാമ്പിയിലെ എല്ലാ ഓഫീസുകളും ഒരു കുടക്കീഴിലേക്ക് ഇങ്ങോട്ട് മാറുകയും പിന്നെ
പട്ടാമ്പി ടൗണിൻ്റെ തിരക്ക് കുറക്കാനും ഒക്കെ കഴിയും. മുനിസിപ്പൽ ടവറും അതുപോലെ റവന്യൂ ടവറും അടുത്തടുത്ത് വരുമ്പോൾ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. തഹസിൽദാർ ടി.പി. കിഷോർ, ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കുൽക്കല്ലൂർ മപ്പാട്ടുകര ചെക്ക് ഡാം നാളെ തുറക്കും. ചെക്ക് ഡാം തുറക്കുന്നതിനായുള്ള നടപടികൾ മുന്നേ സ്വീകരിച്ചിരുന്നുവെങ്കിലും വളരെ അപ്രതീക്ഷിതമായി എത്തിയ മഴയാണ് ചെക്ക് ഡാം തുറക്കാൻ തടസ്സമായിരുന്നതെന്നും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ തന്നെ ചെക്ക് ഡാം തുറക്കാൻ സാധിക്കുമെന്നും കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അറിയിച്ചു. ഞങ്ങൾ കൃത്യമായിട്ടും തടയന്റെ ഷട്ടർ തുറക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് അതിന്റെ കൊട്ടേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ അംഗീകരിച്ച് ആ ദിവസമാണ് നമ്മൾ മഴ കാലവർഷം നമ്മൾ ഒരു മുന്നൊരുക്കോ അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ കാലവർഷം തുടർച്ചയായിട്ട് ഒരു ദിവസം മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് പെയ്തു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തടയേണ്ട ഷട്ടർ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ കാലവർഷം ഒരു ഒഴിവുമില്ലാതെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ പുഴയിൽ വെള്ളം ഉയർന്നു. ഞങ്ങൾ ഷട്ടർ തുറക്കാൻ ചെന്ന സമയത്തേക്ക് പിറ്റേ ദിവസം തുറക്കാൻ ചെന്ന സമയത്തേക്ക് തന്നെ 4 അടിയോളം വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പുഴയ്ക്കുണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് മഴ തോർന്നല്ലാതെ വെയിൽ തെറിച്ച് ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞല്ലാതെ തടയേണ്ട ഷട്ടർ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് ആലോചിച്ചു, വൈസ് പ്രസിഡന്റ് ഞാനൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ടെൻഡർ എടുത്തിട്ടുള്ള കൊട്ടേഷൻ എടുത്തിട്ടുള്ള ആളുകളുമായി സംസാരിച്ചു. ഇതേപോലെ തന്നെ അന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ മഴ രാത്രി ഉണ്ടായി കഴിഞ്ഞാൽ നാളെയും തുറക്കാൻ പറ്റില്ല. നാളെ എന്തായാലും ഷട്ടർ തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നാളെ തന്നെ ഷട്ടർ തുറക്കും. മനഃപൂർവ്വം ഞങ്ങൾ ഷട്ടർ തുറക്കാതിരുന്നതല്ല. പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുന്നതിന് മുമ്പേ തന്നെ ഇപ്രാവശ്യം കാലവർഷം വന്നതുകൊണ്ടാണ് നമുക്ക് ഷട്ടർ തുറക്കാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ നാളെ തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷീരദിനത്തോടനുബന്ധിച്ച് കർഷകരെ ആദരിച്ചു. പഞ്ചായത്തിലെ 6 ക്ഷീരസംഘങ്ങളിലെ ഏറ്റവും കൂടുതൽ പാല് നൽകുന്ന കർഷക, കുട്ടി കർഷകർ എന്നിവരെയാണ് ആദരിച്ചത്. കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടെ എല്ലാവരെയും അനുമോദിക്കാറുണ്ട്, എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്താറുണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസമാണ് നമ്മുടെ സ്കൂളുകളിലെ LSSV USSV ജയിച്ച 127 കുട്ടികളെ നമ്മൾ ആദരിച്ചു. ഇനി തിങ്കളാഴ്ച SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക. നമ്മൾ അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിക്കുന്നു. നഴ്സസ് ഡേയിൽ എല്ലാ നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ നഴ്സുമാരെയും നമ്മൾ ആദരിച്ചു. അതുപോലെ തന്നെ മറ്റ് ഏതെല്ലാം തലങ്ങളിൽ കർഷകരെ, ചിങ്ങം 1 കർഷകരെ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കർഷകരെയും വിളിച്ച്, നല്ല കർഷകരെ വിളിച്ച് നമ്മൾ ആദരിച്ചു. അപ്പൊ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ക്ഷീര കർഷകർക്ക് മതിയായ രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയും നിങ്ങളെ കൂടെ ഞങ്ങൾക്കും അത് പങ്കുവയ്ക്കാം. മെമ്പർമാരായ M മോഹനൻ, സാജിറ ഉമ്മർകുന്നത്ത്, അനസ് പമ്പറ, സമീറ സലീം, ബഷീർ EP, C ചാമി, ഫസീല നൌഷാദ്, പ്രഭാവതി, നിഷാരാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ക്ഷീരകർഷകർക്കും സൗജന്യമായി പശുക്കൾക്കുള്ള മെഡിക്കൽ കിറ്റ് നൽകി. തുടർന്ന് വെറ്റിനറി ഡോക്ടർ ബിജു ക്ഷീരകർഷകർക്ക് ക്ലാസ് എടുത്തു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഭൂരഹിതർക്കുള്ള പട്ടയവും അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ കിറ്റും വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണ് നഗരസഭയിലെ ഭൂരഹിത ഭവനരഹിത കുടുംബത്തിന് ഭൂമി വാങ്ങി നൽകിയത്. 4 സെന്റ് സ്ഥലത്തിൽ 3 സെന്റിന്റെ വിലയായ 2,40,000 രൂപയാണ് നഗരസഭ കൈമാറിയത്. വ്യാഴാഴ്ച നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പട്ടയം കൈമാറി. ഡയാലിസിന് പോകുമ്പോൾ 500-600 രൂപയ്ക്കുള്ള ഓരോ ഇഞ്ചക്ഷൻ മാസം 8ഉം 10ഉം ഓരോരുത്തർക്കും തന്നുകൊണ്ടാണ് ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നത്. അതിൻ്റെ പുറമെ ഡയാലിസിന് 4,000 രൂപ സഹായവും കൊടുക്കുന്ന നഗരസഭയാണ് ചെർപ്പശ്ശേരി നഗരസഭ. മറ്റ് നഗരസഭകളും പഞ്ചായത്തിനും എന്താ ചെർപ്പശ്ശേരിക്ക് വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞങ്ങളുടെ നഗരസഭയ്ക്ക് പാവപ്പെട്ടവരോട് കമ്മിറ്റ്മെൻ്റുള്ള, കടപ്പാടുള്ള
മറ്റുള്ളത് ഏതൊക്കെ കമ്മിയാലും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പദ്ധതികളുള്ള നഗരസഭയാണ് ഞങ്ങൾ നഗരസഭ ഞങ്ങൾ തരുന്നുണ്ട്. നഗരസഭയിലെ അതിദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുമുള്ള സ്കൂൾ കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കമലം അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT പ്രമീള, സെക്രട്ടറി VT പ്രിയ, കൗൺസിലർമാരായ ഉഷ, സതീദേവി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ അമീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തകർന്ന റോഡിൽ വാഴ നട്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം. തിരൂർക്കാട് ആനക്കയം സംസ്ഥാന പാതയിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാഴ നട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംസ്ഥാന പാതയിൽപ്പെട്ട തിരൂർക്കാട് ആനക്കയം പാതയിൽ തിരൂർക്കാട് ഭാഗത്ത് രൂപപ്പെട്ട വലിയ കുഴികൾ അടക്കാത്തത് കാരണം അപകടങ്ങൾ പതിവാണ്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ജീവനരക്ഷാ വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. ഈ പാതയോട് സംസ്ഥാന സർക്കാർ നിരന്തരം അവഗണന കാണിക്കുകയാണെന്നാണ് വെൽഫെയർ പാർട്ടി നേതാക്കളുടെ പരാതി. ഇതിനെതിരെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മങ്കട MLA നിരവധി തവണ സബ്മിഷൻ ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനത്തിനെതിരെ റോഡ് ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ പറഞ്ഞു. പാർട്ടി പഞ്ചായത്ത് ട്രഷറർ മനാഫ് തോട്ടോളി, വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ഷാജിദ് വടക്കേതിൽ, ഇഖ്ബാൽ KV, റഷീദ് കുറ്റീരി, നജീബ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ വാണിയംകുളത്ത് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലും സ്കൂട്ടറിലും നിർത്തിയിട്ട കാറിലും ഇടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികനായ ചെറുതുരുത്തി സ്വദേശിക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിൽ വന്ന കാർ എതിർദിശയിൽ പോവുകയായിരുന്ന മറ്റൊരു കാറിലും സ്കൂട്ടറിലും നിർത്തിയിട്ട ലോറിയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രക്കാരനായ ചെറുതുരുത്തി സ്വദേശി റിൻഷാദിന് സാരമായി പരിക്കേറ്റു. കാറിന്റെയും ലോറിയുടെയും ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു സ്കൂട്ടർ യാത്രക്കാരൻ. തലയ്ക്കും കയ്യിലുമാണ് യുവാവിന് പരിക്കേറ്റത്. ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടേക്കാവ് അങ്കണവാടിയുടെ ശുചിമുറി അപകടാവസ്ഥയിൽ. അങ്കണവാടിയിലേക്കുള്ള വഴിയുടെ ശോചനീയാവസ്ഥയും പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ കൊട്ടേക്കാവ് അങ്കണവാടിയിലെ ശുചിമുറിയാണ് അപകടാവസ്ഥയിലുള്ളത്. 2012 നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിനോട് ചേർന്ന് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ച ശുചിമുറിയാണ് ഇപ്പോൾ പ്രധാന കെട്ടിടത്തിൽ നിന്നും അടർന്നു മാറി എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. ഈ ശുചിമുറിക്ക് മുകളിൽ തന്നെയാണ് വാട്ടർ ടാങ്കും സ്ഥാപിച്ചിരിക്കുന്നത്. ഏത് സമയത്ത് പൊളിഞ്ഞു വീണേക്കാവുന്ന ശുചിമുറിയിൽ കുട്ടികളെ കൊണ്ടുപോകാൻ ഭയമാണെന്ന് അംഗൻവാടി വർക്കറും ഹെൽപ്പറും പറയുന്നു. ശുചിമുറി നിർമ്മിക്കുമ്പോൾ പ്രധാന കെട്ടിടത്തിനോട് ബന്ധപ്പെടുത്തി നിർമ്മാണം നടത്താതിരുന്നതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. കെട്ടിടത്തിന്റെ മുൻവശത്തെ ഷീറ്റിന് നീളം കുറവായതിനാൽ മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുമുണ്ട്. റോഡിൽ നിന്നും അംഗനവാടിയിലേക്ക് കയറുന്നിടത്ത് കൃത്യമായി ചവിട്ടുപടിയില്ലാത്തതിനാൽ കുട്ടികൾ വീഴുന്നതും ഇവിടെ പതിവാണ്. അംഗനവാടിയുടെ പരാധീനതകളിൽ രക്ഷിതാക്കളും ആശങ്കയിലാണ്. അപകടാവസ്ഥയിലായ ശുചിമുറി ഉടൻ പൊളിച്ചു മാറ്റിത്തരണമെന്ന് അംഗനവാടി വർക്കർ AM നസീമ പറഞ്ഞു. ഇത് 2012 ഈ കെട്ടിടം കെട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇതിലൊരു ബാത്റൂം പണിയുണ്ടായി. അത് കെട്ടിടത്തിനോട് യോജിച്ചിട്ടല്ല അതിൻ്റെ കെട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് കെട്ടിടത്തിൽ നിന്ന് വിട്ടുപോകും. അതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ അവരെ വിടാനായിട്ട് പേടിയാണ്. അതുപോലെ അതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്കും ഉണ്ട്. അപ്പം അതൊന്ന് പൊളിച്ച് നീക്കി തരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊന്ന് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഈ ഷീറ്റ് കുറച്ചൊന്ന് ഫ്രണ്ട് ഭാഗം ഒരടിക്കോടെ ഒന്ന് ഇറക്കിയിടണം. അത് മഴ പെയ്യുമ്പോൾ നല്ല എല്ലാ സൈഡിലും വെള്ളം മതിലിലേക്ക് വീണിട്ട് ഗ്രില്ലും മതിലും ഒക്കെ കേടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പ്, കുട്ടികൾക്ക് കയറി വരുന്ന സ്ഥലത്തുള്ള ഒരു സ്റ്റെപ്പ് ഇല്ല. ചെറിയ കുട്ടികളാവുകൊണ്ട് അവർ വഴുതി വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. 10-20 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ അവരുടെ സുരക്ഷേനെ കരുതിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണം. അംഗനവാടിയുടെ ഈ ദുരവസ്ഥ മാറ്റിത്തരണമെന്നും അംഗനവാടിയിലേക്ക് കുട്ടികൾ വരുന്ന കണ്ണിയാർക്കാവ് കോട്ടേക്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റി ഗതാഗത യോഗ്യമാക്കണമെന്നും അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായ P പത്മകുമാർ, സുലൈമൻ K എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ പണി കഴിപ്പിച്ച ഒരു ശൗചാലയം അത് ഇപ്പോൾ ഈ ബിൽഡിങ്ങായിട്ട് ഒരു ബന്ധമില്ലാതെ നിൽക്കുകയാണ്. അത് ഏത് സമയം തകർന്നു വീഴാമെന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ചെറിയ കുട്ടികളാവുകൊണ്ട്, കളിച്ച് നടക്കുന്ന കുട്ടികളാവുകൊണ്ട് തന്നെ
അത് ഒരു അപകടാവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്ക് തന്നെ അതൊരു ഭീഷണിയായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊളിച്ചു നീക്കും. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടേജ് ഭാഗം റോഡ് പോകുന്നതാണ്. ആ റോഡിലേക്ക് ഉള്ള വഴിയും മറ്റു പ്രശ്നങ്ങളും കാരണം ഒരു സ്റ്റെപ്പ് എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുകയാണ്. അതേപോലെ ഊത്താലുകളൊക്കെ അടിച്ച് ഈ ചുമര് നശിക്കുന്നു എന്നുള്ള ടീച്ചർ ഒരുപാട് കാലമായി ഇങ്ങനെ പറയുന്നു. നമുക്ക് ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ഇതായിട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകൊണ്ടാണ് ഞങ്ങളത് മറ്റ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഈ അംഗനവാടിയിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന പാറക്കൽ പറമ്പിൽ നിന്നാണ്. ആ പറമ്പിൽ നിന്ന് വരുന്ന റോഡ് ഒരുപാട് വർഷങ്ങളായിട്ട് 5-6 വർഷത്തിൻ്റെ മുകളിലായി ആകെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത്. കുട്ടികൾക്കൊന്നും ഇങ്ങോട്ട് എത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഒരു 1-1.5 കിലോമീറ്ററോളം വളഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കുട്ടികൾക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശോചനീയാവസ്ഥയും കൂടി പരിഹരിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ആരായാലും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. വളരെയേറെ കുടുംബങ്ങൾ താമസിക്കുന്ന കണ്ണിയാർക്കാവ് കോട്ടേക്കാവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആശുപത്രിയിലേക്ക് പോകുന്നതിന് പോലും വാഹനങ്ങൾ വിളിച്ചാൽ ഇതുവഴി വരാറില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. മഴക്കാലമായതിനാൽ ഇവിടെയുള്ള വീടുകളിലെ വാഹനങ്ങൾ പോലും പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റോഡ് ഉള്ളത്. ഇതിന് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് KSRTC ഡിപ്പോയിൽ നിന്നും സംസ്ഥാനതല പരിസ്ഥിതി ദിനാചരണം നടത്തി. സംസ്ഥാന കോർഡിനേറ്റർ R. സുനിൽകുമാർ തൈനട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് സബ് ഡിവിഷൻ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. ആഗോളതാപനം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വനത്തിന്റെ വിസ്തൃതി കൂട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന കോർഡിനേറ്റർ R. സുനിൽകുമാർ പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം കുട്ടികളിലേക്കും പകർന്നു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മൾ പുതിയ ഊർജ്ജ വിഭവങ്ങൾ തേടി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോളിയ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊർജ്ജ സ്രോതസ്സായി കാണുന്നത്. അതിൽ നിന്ന് ഉപയോഗിക്കുന്ന കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈഓക്സൈഡ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഹാനികരമാകുന്ന തരത്തിലുള്ള വാതകങ്ങൾ നമ്മുടെ ഓസോൺ പാളികളെയും അല്ലെങ്കിൽ നമ്മുടെ ആഗോള താപനം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കുന്ന അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ എതിരെ നിന്നുകൊണ്ട് നമ്മൾ വനത്തിൻ്റെ വിസ്തൃതി കൂട്ടുക, താപനത്തിൻ്റെ ക്രമം കുറയ്ക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ തലമുറയും കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ കുട്ടികൾക്കൊരു അവബോധം വരുത്തക്ക തരത്തിൽ ഈ സ്കൂളുകളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഇത്തരത്തിലുള്ള തൈകൾ നടുന്ന. മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ഇൻചാർജ് KS സത്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ K. സർഫുദ്ദീൻ, മണ്ണാർക്കാട് ചാർജ്മാൻ വിനോദ്, KM അനിൽ, ഷിൻഡോ കുര്യൻ, പ്രിയമോൾ, KJ ധന്യ, K. ബുഷറ, വർഗീസ്, ഉണ്ണികൃഷ്ണൻ, രാജീവ്, ഷെഫീഖ്, ഷിജിൽ, സൂരജ്, തൻസീർ, സന്തോഷ്, സുമേഷ്, അനീഷ്, പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. മെക് 7 അലനല്ലൂർ കൂട്ടായ്മ അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വേസ്റ്റ് ബിൻ നൽകി. വിവിധ മാലിന്യങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നതാണ് ബിന്നുകൾ. സ്കൂളിന്റെ പരിസര ശുചീകരണം ലക്ഷ്യമാക്കിയാണ് മെക് 7 അലനല്ലൂർ കൂട്ടായ്മ അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് 2 ജോഡി വേസ്റ്റ് ബിന്നുകൾ നൽകിയത്. ജൈവമാലിന്യവും അജൈവമാലിന്യവും തരംതിരിച്ച് ശേഖരിക്കാൻ കഴിയുന്നതാണ് ബിന്നുകൾ. വ്യാഴാഴ്ച നടന്ന സ്കൂളിലെ ആദ്യ അസംബ്ലിയിൽ ബിന്നുകൾ കൈമാറി. പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് പ്ലാസ്റ്റിക്. വിദ്യാർത്ഥിയായാലും ഇതിന്റെ പരിസ്ഥിതി മെസ്സേജുള്ള ടീച്ചറായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ശീലങ്ങൾ കേട്ട് മറ്റു ശീലങ്ങൾ ഇടാനല്ല. മെക് 7 ഭാരവാഹികളായ സുബേർ തുർക്കി, യൂസഫ് ചോലയിൽ, മുരളീധരൻ, സുമേഷ്, മുസ്തഫ കൊളക്കാടൻ, നിയാസ് കൊങ്ങത്ത്, P. അബ്ദുള്ള, സ്കൂൾ പ്രധാനാധ്യാപകൻ K. ഷൗക്കത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി സംഘടനയായ OSK ഇന്റർനാഷണൽ മലപ്പുറം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ എരവിമംഗലം AUP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂളിൽ ലവ് ഗ്രീൻ ക്ലബ്ബ് ആരംഭിച്ചു. ഡോക്ടർ P. കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി. വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി ദിനത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ എരവിമംഗലം AUP സ്കൂളിൽ OSK ഇന്റർനാഷണൽ മലപ്പുറം ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു.
വോയ്സ്ക ജില്ലാ പ്രസിഡന്റും പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പി കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടും വേനലിലായിരിക്കും വെള്ളപ്പൊക്കം സംഭവിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? നമുക്ക് ക്രമമായ കാലാവസ്ഥ ഉണ്ടായിരുന്നു. വിത്ത് വിതയ്ക്കാനും മഴ കിട്ടാനും അത് മുളച്ച് പഴങ്ങളും അതിൻ്റെ വിത്തുകളൊക്കെ ആയി മാറാനൊക്കെ ഒരു സമയബന്ധിതമായ ഒരു ശീലങ്ങൾ, ഒരു പ്രകൃതിക്ക് ഒരു നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങളൊക്കെ തെറ്റിപ്പോയി. അതിനാണ് നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് സമയത്തും പ്രളയം സംഭവിക്കാം. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വെയിൽ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി വന്നു, നമ്മളിവിടെ വെള്ളപ്പൊക്കമായി എന്ന് പറയുന്ന കേൾക്കാം. ഉയർന്ന സ്ഥലങ്ങളിൽ വരെ വെള്ളം കയറുന്ന രീതിയിൽ മേഘസ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്താനും അത് മനസ്സിലാക്കുന്നതിനും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇത് പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനും അതിനനുസരിച്ച് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിസ്ഥിതി ദിനാഘോഷം നടത്തുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് മരങ്ങൾ ഏറ്റവും നല്ല സൗഹൃദങ്ങളാണെന്നും പ്രകൃതി പരിസ്ഥിതി സംരക്ഷണത്തിൽ എല്ലാവരും കൂടുതൽ ബോധവാന്മാരാവണമെന്നും ഡോക്ടർ പി കൃഷ്ണദാസ് ഓർമ്മപ്പെടുത്തി. നിങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കൂ എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഈ അന്തരീക്ഷത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ മരങ്ങൾ. അതാണ് പരിസ്ഥിതിനാണെങ്കിലും ഇപ്പോൾ ഇതിന് കണ്ടില്ലേ ഗിഫ്റ്റായിട്ട് തരുന്നത്. നമ്മൾ അത് ശീലമാക്കണം. നമ്മൾ ചെടികൾ ഓരോരുത്തപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളും ഓരോ മരങ്ങൾ കുഴിച്ചിടണം, ചെടികൾ വെച്ച് പിടിപ്പിക്കണം. ആ വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ ചെടികൾ വളരുമ്പോൾ അവ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കും. നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ആ ബാലൻസിങ് സന്തുലിതാവസ്ഥ നിലനിർത്തും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പരിസ്ഥിതിയുമായിട്ട് ഇപ്പോൾ ജൈവവൈവിധ്യ ദിനാചരണമാണെങ്കിലും ഭൗമദിനാചരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനാണ്. പ്രകൃതി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വോയ്സ്ക ഇന്റർനാഷണൽ മലപ്പുറം ചാപ്റ്റർ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ ലവ് ഗ്രീൻ ക്ലബ്ബുകൾ രൂപീകരിക്കും. വളർന്നുവരുന്ന തലമുറയ്ക്ക് പ്രകൃതി സംരക്ഷണത്തിൽ അവബോധം സൃഷ്ടിക്കാനുതകുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. എരയമംഗലം AUP സ്കൂളിലും ലവ് ഗ്രീൻ ക്ലബ്ബ് രൂപീകരിച്ചു. വോയ്സ്ക പ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ വളപ്പിൽ മരത്തൈകൾ വെച്ചു. വിത്തുകളുടെയും ഔഷധ സസ്യ ചെടികളുടെയും വിതരണം, ജൈവ വൈവിധ്യ പ്രൊജക്ട് റിപ്പോർട്ട് അവതരണം, പരിസ്ഥിതി ഗാനാലാപനം, പോസ്റ്റർ പ്രദർശനം തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികൾ നടന്നു. ചടങ്ങിൽ പരിസ്ഥിതി വായന കാർഡ് പ്രകാശനം ഡോക്ടർ പി കൃഷ്ണദാസ് നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ഹംസ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജൂൺ 5 മാത്രം നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ. ജീവപര്യന്ത കാലത്തോളം നമ്മൾ പ്രകൃതിയെ സേവിക്കണം. നിർഭാഗ്യവശാൽ നമ്മൾ പ്രകൃതിയെ സേവിക്കുകയല്ല ചെയ്യുന്നത്, ചൂഷണം ചെയ്യുകയാണ്. പലതരത്തിലുള്ള വികസനങ്ങൾ നടത്തുന്നു. വേണ്ടത്ര രീതിയിലുള്ള പഠനങ്ങൾ നടത്താതെ വികസനത്തിന്റെ പേരും പറഞ്ഞ് മരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നദി ജലാശയങ്ങൾ എല്ലാം മലിനപ്പെടുത്തുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വോയ്സ്ക പ്രവർത്തകരായ CP രാമദാസ്, വേലായുധൻ പുത്തൂർ, പരമേശ്വരൻ നമ്പൂതിരി, ബിന്ദു, സ്കൂൾ മാനേജർ ശ്രീനാഥ്, MTA പ്രസിഡന്റ് റസീന, അധ്യാപകരായ ഇന്ദു ശ്രീനാഥ്, വിനീത, വിവേക് ഷൻസി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയോടൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ നടന്ന പരിപാടി വ്യത്യസ്തമായി. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പ്രശ്നം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ശുദ്ധമായ ജലത്തിനു വേണ്ടി, ശുദ്ധവായുവിന് വേണ്ടിയെല്ലാം മനുഷ്യർ പെടാപ്പാടുപെടുന്ന ഒരു ലോകക്രമത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ്. അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കണമെങ്കിൽ ശുദ്ധവായുവും ശുദ്ധജലവും ലോകത്തെ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ അതിനുതകുന്ന നിലയിലുള്ള പരിസ്ഥിതിയെ സംബന്ധിച്ച അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. സംസ്കൃതി വൃക്ഷശ്രേഷ്ഠ പുരസ്കാര ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേഷ് അടയ്ക്കാപത്തൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു.
സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം, പ്രധാനാധ്യാപിക എം രാജലക്ഷ്മി, PTA പ്രസിഡന്റ് സഹീർ അലി നറുകൂട് തുടങ്ങിയവർ പങ്കെടുത്തു. 1000-ലധികം വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന ട്രീ ചലഞ്ചിന്റെ ഭാഗമായി ഔഷധ സസ്യമായ ആര്യവേപ്പിന്റെ തൈകൾ വിതരണം ചെയ്തു. ഈ മരത്തൈകൾ വിദ്യാർത്ഥികൾ വീടുകളിൽ വെച്ചുപിടിപ്പിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ കരുമാനാംകുറിശി ചിന്ത കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ഗോവിന്ദൻ വീട്ടിക്കാട്, സുജിത്ത് കാറൽമണ്ണ, രാമൻകുട്ടി മുതലി, ചിന്ത കൺവീനർ MR രാജേഷ്, ട്രഷറർ KN രാജമാണിക്യൻ, മറ്റ് ചിന്ത കൂട്ടായ്മ പ്രവർത്തകരും പങ്കെടുത്തു. ഒറ്റപ്പാലം പാലപ്പുറം അയ്യപ്പൻകാവിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ചുമരം കണ്ടത്ത് മനക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ലളിതാ സഹസ്രനാമം, സമൂഹാർച്ചന, ഉച്ചയ്ക്ക് അന്നദാനം തുടങ്ങിയവ ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ചക്ക ലക്ഷ്യമാക്കിയാണ് ആന എത്തിയതെന്ന് നാട്ടുകാർ. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വനം വകുപ്പ് തയ്യാറാവണമെന്നും നാട്ടുകാർ. സ്ത്രീകളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ മണ്ണാർക്കാട് സ്വദേശിക്കെതിരെ നടപടിക്കൊരുങ്ങി പരാതിക്കാർ. 50ഓളം പേരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. പണം തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം പാലിക്കാതായതോടെയാണ് പരാതിക്കാർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. 3.5 വയസ്സുകാരിയുടെ കണ്ണിൽ നിന്ന് വിരയെ നീക്കം ചെയ്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം. നീക്കം ചെയ്തത് കാഴ്ചയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള 3 സെന്റിമീറ്റർ നീളമുള്ള വിരയെ. വാണിയംകുളം ചന്തയിലെ ബലിപെരുന്നാൾ കന്നുകാലി കച്ചവടത്തിൽ വൻ ഇടിവ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കാലികളുടെ വരവ് കുറഞ്ഞതാണ് കാരണമെന്ന് വ്യാപാരികൾ. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് പിടിയിലായത് കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി മുഹമ്മദ് അലി. 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് പിടികൂടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.